ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. പീഡാസഹനവാരത്തിലെ 1-ാം ദിവസമാകുന്ന തിങ്കൾ 2025 ഏപ്രിൽ മാസം 15-ാം തീയതി. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ വിശുദ്ധ ദിവസത്തിൽ നമ്മെ പഠിപ്പിക്കുന്നതും ഓർമ്മപ്പെടുത്തുന്നതും ചിന്തിപ്പിക്കുന്നതും സൃഷ്ടാവിൽ നിന്നും നമ്മെ അകറ്റുന്ന സാത്താൻ്റെ തന്ത്രങ്ങൾ ഓരോ മകനും മകളും അറിഞ്ഞിരിക്കണമെന്നാണ്. സൃഷ്ടാവിൽ നിന്ന് നമ്മെ അകറ്റി സൃഷ്ടിയിൽ നമ്മുടെ കണ്ണുകളും കാതുകളും കാലുകളും ഉടക്കി സാത്താൻ്റെ രാജ്യം പണിയുവാൻ തക്കവിധം സാത്താൻ രാപകൽ പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ ദൈവമക്കളെ സാത്താൻ്റെ ആരാധനക്കാരാക്കി മാറ്റുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മനുഷ്യൻ കരുത്തുള്ളവനാണെന്ന് മനുഷ്യനേക്കാൾ നന്നായി സാത്താൻ അറിയാം. അതുകൊണ്ട് സൃഷ്ടാവിൽ നിന്ന് നമ്മെ അകറ്റുവാനായിട്ട് സാത്താൻ രാപകൽ അധ്വാനിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ദൈവത്തോട് ചേർന്ന് നിന്ന് വിശ്വസ്താപൂർവം ജീവിക്കുന്ന മനുഷ്യൻ കരുത്തുള്ളവനാണ്. സാത്താൻ അത് നന്നായി അറിയാം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അതുകൊണ്ടാണ് ഈ സൃഷ്ടാവും ആയുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റാൻ സാത്താൻ പണിയെടുക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 19:26 നാം കാണുന്നുണ്ട്. വീണ്ടും മർക്കോസ് 9:23 കാണുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. കണ്ടോ? അപ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന സാത്താൻ്റെ തന്ത്രം. അതുകൊണ്ട് സാത്താൻ ദൈവത്തിലുള്ള മനുഷ്യൻ്റെ വേര് എത്രമാത്രം ആഴപ്പെട്ട് ബന്ധപ്പെട്ട് ദൈവവുമായി നാം ചേർന്ന് നിൽക്കുന്നുവോ അതിൻ്റെ അടിവേര് അറുത്ത് മുറിച്ച് നമ്മെ നാശകോശമാക്കാൻ വേണ്ടി രാവും പകലും സാത്താൻ വേർപ്പൊഴുക്കി അധ്വാനിക്കുകയാണ് അവൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടി. ദൈവമക്കളെ, അതുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവമായി മാറുന്നതും ഇതിനെക്കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോഴാണ്. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം നിങ്ങൾക്ക് ധ്യാനിക്കുവാൻ തക്കവിധം ഈ ദിവസങ്ങൾ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.